അതെ ഫ്രണ്ട്സ്, ഈ ചെറുക്കനോട് തോറ്റാൽ നമുക്ക് നാണക്കേടാം. കമോൺ, നമുക്ക് അവനെ തടയാം. Come on, yes, come on, fast, come on. വീർ ഓടേ, സ്പീഡിലോടേ, സ്പീഡിലോടേ. വീരാകെ തളർന്ന അവശനായെന്ന് തോന്നുന്നല്ലോ. ഓ വീർ, ഒന്ന് വേഗം പെട്ടെന്ന് ഓട്. ഓടി വന്നതേ ഈ ടിഫിൻ കഴിക്കും മോനെ. ജിൻഡു, ആ പയ്യന്മാരെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. അവരുടെ ഓർമ്മ മായ്ക്ക്. അകടം പകടം മാലം പാലം ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. കോഴിയെ പോലുള്ള ഓർമ്മ വരട്ടെ, ബാക്കിയെല്ലാം മറന്നു പോട്ടെ. നാണമില്ല ഒരു കൊച്ചു ചെറുക്കനോട് തോക്കാൻ. നമ്മൾ ജയിച്ചേ. താങ്ക് യു വീർ. എടാ ബണ്ടി മോനെ, വീർ ഒരു മാന്ത്രികനാണോ? മന്ത്രജാലങ്ങളൊക്കെ അവനപ്പ അറിയോ? എന്ത് മാന്ത്രികമാണ്? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അവിടെ നോക്കിക്കേ, നിനക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നീ അങ്ങോട്ട് നോക്കിക്കേ. ജിൻഡു, വേഗം എല്ലാവരെയും അപ്രത്യക്ഷമാക്ക, വേഗം. അപ്പൊ പിന്നെ ഇവരെങ്ങനെ പാഠം പഠിപ്പിക്കും വീർ? ഓക്കെ, നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ഓ നോ, ബണ്ടി അവന്റെ അമ്മയെ വിളിച്ച് ഇതെല്ലാം കാണിച്ചു കൊടുത്തു. ഈ ബണ്ടിയാണ് ആദ്യം പാഠം പഠിപ്പിക്കേണ്ടത്. അകടം പകടം പാലം പാലം. പറ നിങ്ങളും പറ. നിങ്ങളുടെ ഓർമ്മയെല്ലാം നശിച്ചു പോട്ടെ. ഇതുവരെ നിങ്ങൾ കണ്ടത് എല്ലാം എന്നേക്കുമായി മാഞ്ഞു പോട്ടെ. നമ്മളെന്തിനാടാ ഇവിടെ നിൽക്കുന്നേ? ആർക്കറിയാം? ആ, ഇപ്പഴാ ഓർമ്മ വന്ന്. നീ എനിക്ക് ഫോൺ ചെയ്തിരുന്നു, ഒന്നിനൊന്ന് സൗജന്യമായി സെയിൽസ് ഉണ്ടെന്ന്. എന്നിട്ട് എവിടെയാടാ സെയിൽ? മമ്മി, ഏത് സെയിലിനെ പറ്റിയാ പറയുന്നേ? എവിടെയാ ഈ സെയില്? എനിക്ക് ഇപ്പൊ ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. അയ്യോ, ഏതു നേരം ഓരോന്ന് പറഞ്ഞ് എന്റെ സമയം എങ്ങനെ പാഴാക്കിക്കോ. മര്യാദക്ക് ചെവിയെ നുള്ളിക്കൊണ്ട് വീട്ടിൽ വന്നിരിക്കാൻ നോക്ക്. മമ്മി. ആളിപ്പോ അതിൽ ചവിട്ടി വീഴും, പിന്നെ നല്ല രസമാണ്. ഇതെന്താ സംഭവിച്ചേ? എങ്ങനെയാ സംഭവിച്ചേ? ഓം നമ ശിവായ. അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീഴും. ഈ പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ? അയ്യോ, ഇതെന്തൊക്കെ സംഭവിക്കുന്നേ? നാളത്തെ പ്ലാൻ ചെയ്യുമ്പോ അവിടെ വെച്ച് കാണാം. ഇപ്പൊ വിട്ടോടാ. പ്രകാശ് മോനെ, ഞാനൊരു സ്വാമിയാണ്. നീ ഇവരുടെ കൂട്ടുകെട്ടൊക്കെ വിട്ട് വീട്ടിൽ പോയി പഠിക്കാൻ നോക്ക്. അങ്ങേക്ക് പേരെങ്ങനെ അറിയാം? എനിക്ക് ഇവരുടെ എല്ലാവരുടെയും പേരുകൾ അറിയാം. സ്വാമി എന്നോട് ക്ഷമിക്കൂ. ഇനി ഞാൻ അവരോട് ഒരിക്കലും കൂട്ടുകൂടില്ല. വീട്ടിൽ പോയി ഞാൻ എല്ലാം നന്നായി പഠിച്ചോളാം. താങ്ക് യു വെരി മച്ച്. നാളത്തെ കാര്യം അവരെന്താ പറഞ്ഞത്? നാളെ എന്താ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? അറിയില്ല. അവരെന്നോട് ഓഫീസ് ബിൽഡിംഗ് ടവറിന്റെ താഴെ നിന്ന് ചുറ്റും വീക്ഷിക്കാനേ പറഞ്ഞുള്ളൂ. അവരകത്ത് പോയി എന്തൊക്കെയോ ചെയ്യാനാണ് പ്ലാൻ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു. നാളെ നിനക്ക് പകരം ഞാൻ അവിടെ പോവാം.
സത്യനാഥിൻ ദിൻ. ഞാനാണ് ജിൻ. ഇതെന്താ ഉണ്ടാക്കുന്ന ബോസ്? ഞാൻ റെയിൽവേ ട്രാക്കിൽ പോവാൻ പറ്റുന്ന ഒരു കാർ ഉണ്ടാക്കുക. അതിന്റെ പാർട്സ് ഒക്കെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതെല്ലാം നീ ഒന്ന് വേഗം യോജിപ്പിക്ക്. ഓക്കെ ബോസ്. താങ്ക് യു ജിൻടു. വേഗം വാ ജിൻഡു, ഈ കാറ് റെയിൽവേ ട്രാക്കിലൂടെ ഓടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇറങ്ങിയൊക്കെ, ഈ കാറ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഇത് എനിക്കും ഇംലിക്കും പോവാനുള്ളതാ. ഇറങ്ങാൻ. ആദ്യം നമുക്ക് ഈ കാറ് ഓടോ ഇല്ലയോ എന്ന് നോക്കാം. മമ്മി മമ്മി ജിൻടു, ഈ കാർ എന്തിനാ നീ പറത്തിയത്? ഇത് റെയിൽവേ ട്രാക്കിലൂടെ പോവാനുള്ള കാറാ. പറക്കട്ടെ പറക്കട്ടെ, നല്ല രസമുണ്ട്. ജിൻടു, എന്റെ കൽപ്പനയാണ്. കാറ് പറത്തുന്നത് നിർത്ത്. ഓക്കെ ബോസ്. മമ്മി, വീറിന്റെ കാർ മമ്മി, വീറിന്റെ കാർ പറക്കുന്നു. അവന്റെ അടുത്തൊരു ചിന്നുണ്ട്, ചിന്ന്. വേഗം വാ, വേഗം വന്ന് നോക്ക്. മമ്മി ഒന്ന് വേഗം വാ. മമ്മി, ദേ കാറ് വരുന്നുണ്ട്. വീർ, നിന്റെ കൂട്ടുകാരൻ ബണ്ടി ഇതൊക്കെ കാണുന്നുണ്ട്. അകടം പകടം മാലം ഫാലം, ഓർമ്മകളെല്ലാം മാഞ്ഞു പോട്ടെ. ഇതുവരെ ഇവിടെ കണ്ടതെല്ലാം ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോട്ടെ. ജിൻടു, നീ ഇവിടുന്ന് പോ. നിന്നെ ഒരു കാര്യത്തിനും കൊള്ളില്ല. നീ ആൾക്കാരുടെ മുന്നേ എന്റെ സത്യമൊക്കെ പുറത്താക്കും. നീ ഇവിടെ എന്ത് കാണിച്ചോണ്ടിരിക്കുക? ഞാനതിനൊന്നും കാണിക്കാന്ന് പറഞ്ഞില്ലല്ലോ. ഒച്ചത്തിൽ കിടന്ന് എന്നെ വിളിക്കുന്നത് ഞാൻ കേട്ടായിരുന്നല്ലോ. എന്നിട്ടിപ്പൊ എന്താ ഞാൻ പറയാത്ത? വിളിച്ചൊന്നുമില്ലല്ലോ. ഞാനെന്തിനാ അമ്മയെ വിളിക്കുന്നേ? ചെവി നുള്ളിക്കോ, എന്നിട്ട് താഴേക്ക് വന്ന് ഏത്തുവിട്. അതേ വീർ, നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത്? എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അപ്പൂപ്പ, വീറൊരു കാറുണ്ടാക്കിയിരിക്കുക. ഈ കാറ് റെയിൽവേ ട്രാക്കിലൂടെ ഒക്കെ ഓടുവന്നേ. കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുട്ടികൾ ആരും റെയിൽവേ ട്രാക്കിനടുത്ത് പോയി കളിക്കാൻ പാടില്ല. അത് വളരെ അപകടമാണ്. അത് മാത്രമല്ല കുട്ടികളെ, റെയിൽവേ ട്രാക്കിലൂടെ ഓടിക്കാൻ വേണ്ടി നിങ്ങൾ കാറൊന്നും ഉണ്ടാക്കാൻ പാടില്ല. മനസ്സിലായോ? ചിലപ്പോ മുന്നിൽ നിന്നോ പുറകിൽ നിന്നോ എപ്പോ വേണമെങ്കിലും ട്രെയിൻ വരാം. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അപകടമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൂപ്പ, എനിക്കറിയാം കുട്ടികളെ റെയിൽവേ ട്രാക്കിലൊന്നും പോവാൻ പാടില്ലെന്ന്. പക്ഷെ ഞാനൊരു റോബോട്ടല്ലേ. ഓക്കെ, പക്ഷെ ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം. നിന്റെ ഈ റോബോട്ടിക് പവർ ഒന്നും ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കരുത്. അതെ ചേട്ടാ, അകത്തോട്ട് മിസ്റ്റർ കക്കട്ട് പോയായിരുന്നു, നിങ്ങൾ കണ്ടോ? അയ്യോ സാർ, ഞാൻ തന്നെയാണ് മിസ്റ്റർ കക്കട്. ഓ, എന്തോ കെമിക്കൽ എന്റെ കണ്ണിൽ പോയല്ലോ. അയ്യോ. സാർ കണ്ണടച്ചു വെച്ചോളൂ. ഞാൻ സാറിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാം. ചുൾബുൾ, നീ ജിൻടുവിനെ എവിടെങ്കിലും കണ്ടോ? പണി പകുതി ആയുമ്പോഴത്തേക്കും അവനെ കാണാതായി. എങ്കിൽ പിന്നെ അവൻ ഉറപ്പായിട്ടും എല്ലാം മറന്നുപോയിട്ടുണ്ടാവും. ഞാൻ ഇപ്പൊ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഇനി ഞാൻ എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുമല്ലോ. ഇംലി ഉണ്ടായിരുന്നെങ്കിൽ എന്നിപ്പോ ഒന്ന് സഹായിച്ചേനെ. ജിൻഡു, ഞാൻ എന്ത് ചെയ്യാൻ ഇവിടേക്ക് വന്നത്? ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ പെയിന്റ് ചെയ്തോണ്ടിരിക്കല്ലായിരുന്നോ? ഇവിടെ എങ്ങനെ എത്തിയത്? വരൂ. സാറ് കണ്ണടച്ച് തന്നെ പിടിച്ചോളൂ. സാറേ, എന്ത് പച്ചക്കറിയാ വേണ്ടേ? മത്തങ്ങ വേണോ, പടവലങ്ങ വേണോ, കാലിഫ്ലവർ വേണോ? താൻ എന്നെയും വിളിച്ചോണ്ട് പച്ചക്കറി വാങ്ങിക്കാൻ ഇറങ്ങിയതാണോടോ? ഇതിനാണോ താൻ എന്നോട് കണ്ണടച്ച് നടക്കാൻ പറഞ്ഞത്? സാർ, നമ്മളിവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ട്രസ്റ്റ് മീ സർ, ട്രസ്റ്റ് മീ. സാറേ നിൽക്കണേ സാർ. പണിയെല്ലാം കഴിഞ്ഞു. ജിൻടു, നീ ബണ്ടിയുടെ ഓർമ്മകളെല്ലാം വേഗം അയച്ചു കളാം. പകടം പകടം പാലം പാലം, നിന്റെ ഓർമ്മയെല്ലാം മാഞ്ഞു പോവട്ടെ.
ഡോഗിയെ പോലെ ആയി തീരട്ടെ. വീറിന്റെ എല്ലാ കാര്യവും മറന്നു പോകട്ടെ. താങ്ക്സ് എ ലോട്ട് വീർ. നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു തന്നിരിക്കുന്നു. ഐ ആം പ്രൗഡ് ഓഫ് യു വീർ. ബണ്ടി നീ തന്നെ പറയൂ, വീറിന് മന്ത്രവിദ്യ അറിയുമോ? ചേടാ ഇവനിതെന്ത് പറ്റി?